ഹലോ ഗൈസ്, ലൈറ്റ് റൂം പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒരു 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 രക്ഷയില്ലാത്ത അപ്ഡേറ്റ് ആണ്. ഞാൻ ലേറ്റ് ആണ് ആക്ച്വലി ഇപ്പോൾ വന്നിട്ട്. എനിക്ക് തോന്നുന്നു 3 വീക്സ് എങ്ങാണ്ടായി. പക്ഷേ ഞാൻ കുറച്ച് യാത്രകളിലൊക്കെ ഇരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുക. ഈ വീഡിയോ എന്നല്ല, ഞാൻ കുറേ നാളായിട്ട് ഒരു വീഡിയോയും ചെയ്യുന്നില്ല. എന്തിലാവട്ടെ, സംഭവം ലൈറ്റ് റൂം മാസ്കിംഗ് ഈസ് ഓൺ സ്റ്റിറോയിഡ്സ് എന്ന് പറയേണ്ടി വരും. കാരണം AI ഹെൽപ്പോടെ സബ്ജക്റ്റ് റെക്കഗ്നീഷൻ ഒരു രക്ഷയില്ല. ഫോട്ടോയ്ക്ക് അനുസരിച്ചാണ്, എക്സ്പെഷ്യലി ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിക്ക് ഇത് സെറ്റാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പം ഈ ഒരു കുഞ്ഞി വീടിൻ്റെ ഒരു ഫോട്ടോ അല്ലേ, നമ്മൾ പണ്ട് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ പണ്ട് മാസ്ക്, ഇപ്പോൾ വീട് മാസ്ക് ചെയ്യണമായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബ്രഷ് എടുത്ത് ഉരച്ച് മാസ്ക് ചെയ്യണം. അല്ലെങ്കിൽ സെലക്ട്, നമുക്ക് ഒബ്ജക്റ്റ് എന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യും അല്ലേ? നോക്കട്ടെ, കണ്ടോ? ഒബ്ജക്റ്റ് ഓൾമോസ്റ്റ് സെലക്ട് ചെയ്യും. അപ്പോഴത് പെർഫെക്റ്റ് അല്ലായിരുന്നു. ഇപ്പം കളി മാറി. ഇതൊക്കെ പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ലാൻഡ്സ്കേപ്പ് എന്നൊരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും അപ്ഡേറ്റ് ചെയ്തായിരുന്നോ? സോ ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് സാധനങ്ങൾ വരുന്നതാണ്. ഇവിടെ സ്കൈ ഉണ്ട്, ആർക്കിടെക്ചർ ഉണ്ട്, വെജിറ്റേഷൻ ഉണ്ട്, ഇലകളുണ്ട്, അല്ലെങ്കിൽ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഗ്രൗണ്ട് ഉണ്ട്, ആൻഡ് നാച്ചുറൽ ഗ്രൗണ്ട് ഉണ്ട്. എന്താ പറയണ്ടേ? നിങ്ങൾക്ക് മാസ്ക് എടുക്കാം. ഞാനിതെല്ലാം സെലക്ട് ചെയ്യണം കേട്ടാ. ആൻഡ് ക്രിയേറ്റ് മാസ്ക് കൊടുക്കുകയാണ്. നൗ യു ഗോട്ട് ലൈക്ക് 5 മാസ്ക്, അല്ല 4 മാസ്ക്, 5 മാസ്ക്. നിങ്ങൾക്ക് സ്കൈ തന്നെ നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം, വലിയ മോശമില്ല. ഹൈലൈറ്റ്സ് ഒന്ന് കുറയ്ക്കട്ടെ. ഇത്രയും വേണ്ട, ഇത്രയും ഓക്കെ. ആൻഡ് നിങ്ങൾക്ക് ആർക്കിടെക്ചറിലുള്ള ഹൈലൈറ്റ്സ് ഒന്ന് കുറച്ച് കോൺട്രാസ്റ്റ് കൊണ്ടുവരണം. ആൻഡ് അതിൻ്റെ കുറച്ച് ഒന്ന് വാം ആക്കണം. ഓക്കെ, കുറച്ച് സാച്ചുറേഷൻ കൊണ്ടുവന്നു. ഇത് റോ ആണ്, ഞാനിപ്പോൾ വലിയ കാര്യമായിട്ട് ചെയ്യുന്നില്ല. ആൻഡ് വെജിറ്റേഷൻ, ഇലകളെല്ലാം നിലത്ത് വീണ് കിടപ്പുണ്ട്. നമുക്കതൊരു ഓട്ടം സെറ്റപ്പിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അതിൻ്റെ ഒന്ന് സാച്ചുറേഷൻ ഞാൻ കൂട്ടിയിട്ടുണ്ടല്ല. കുറച്ച് വാമായി കഴിഞ്ഞാൽ നല്ല ഓട്ട ഇല പോലെ വന്നു. വളരെ എളുപ്പം. ആൻഡ് ആർട്ടിഫിഷ്യൽ ഗ്രൗണ്ട് വേണം നമുക്ക് കുറച്ച് കാര്യം ചെയ്യാം, കുറച്ച് എക്സ്പോഷർ ഒന്ന് കുറച്ചേക്കാം ആ ഒരു സെറ്റപ്പ് വരാൻ വേണ്ടി. ആൻഡ് നാച്ചുറൽ ഗ്രൗണ്ട്, അവിടെ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ കുറച്ച് വാം കൊണ്ടുവരാൻ പോവാ. ആൻഡ് കുറച്ച് ഹൈലൈറ്റ്സ് അങ്ങ് കുറയ്ക്കാൻ പോവാ. ആൻഡ് വളരെ എളുപ്പമാണ് ഓരോ ഏരിയ സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി. അത് ഇങ്ങനെ ഒരു സംഭവം സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ല, ഞാൻ ട്രിപ്പിലായിരുന്നു, ന്യൂസിലാൻഡിൽ പോയായിരുന്നു. സൗത്ത് ഐലൻഡ് ലോകം ഒരു 1000-1500 ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാൻ നേരത്ത് ഈ ഒരു മാസ്കിങ് സമ്പ്രദായം വളരെ എളുപ്പമാണ്. അതിൻ്റെ നമുക്ക് വേറെ ഒരു ഫോട്ടോയാണ് വളരെ ക്വിക്കായിട്ട് കണ്ടുപോക്കാം. നമുക്ക് ഈ ബിൽഡിങ്ങും പരിപാടിയൊന്നുമില്ല, ഒരു ലേക്കും പരിപാടിയൊക്കെ ഉള്ളൊരു ഈ ഒരു ഫോട്ടോ നോക്കാം. സോ നമ്മൾ ഡെവലപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ജസ്റ്റ് ഒന്ന് ഓട്ടോ കൊടുക്കുകയാണ്, ജസ്റ്റ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടി. ആൻഡ് മാസ്കിങ്ങിൽ പോയി ലാൻഡ്സ്കേപ്പ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ആൻഡ് ലെറ്റ് സി ലൈറ്റ് റൂം എന്തൊക്കെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യം ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇവിടെ നമുക്ക് മൗണ്ടൻസ് കിട്ടി, മൗണ്ടൻസിൻ്റെ കൂടെ അതുണ്ട്. ആൻഡ് വാട്ടർ കിട്ടി, ആൻഡ് നാച്ചുറൽ ഗ്രൗണ്ട് എന്നൊരു സാധനം കിട്ടി. അത് പക്ഷേ സെറ്റായില്ല, പക്ഷെ എന്നാലും വളരെ ഗുഡാണ്. നമുക്ക് ആവശ്യമുള്ള എടുത്താൽ മതി. നമുക്ക് മൗണ്ടൻസും വാട്ടറും എടുക്കാം, ക്രിയേറ്റ് മാസ്ക് കൊടുക്കാം. ഓക്കെ, ആൻഡ് മൗണ്ടൻസ് നമുക്ക് കുറച്ച് ഡീഹേസ് ചെയ്യാം, കാരണം ഇച്ചിരി ഹേസ് കൂടുതലാണ് അല്ലേ. ഞാൻ കൂടുതൽ എഡിറ്റിങ്ങിലേക്ക് പോകുന്നില്ലെങ്കിലും വളരെ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ കുറച്ച് AC കുറച്ച് അത്രയും മതി. ആൻഡ് അവിടെ ഞാൻ കുറച്ചുകൂടെ ഒരു വാം കളറൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ഓക്കെ, ഞാൻ കൂടുതൽ എഡിറ്റ് ചെയ്യുന്നില്ല, എഡിറ്റ് ചെയ്ത് സമയം കളയുന്നില്ല. സോ ഇപ്പം നിങ്ങൾക്ക് ഈ എഡിറ്റ് ചെയ്യാൻ മടിയാ, അല്ലെ മാസ്കിങ് പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ എക്സ്ക്യൂസ് അവിടെ തീർത്തില്ലേ. ഇറ്റ്സ് എ റിയലി ഗുഡ് അപ്ഡേറ്റ്. ആൻഡ് നിങ്ങൾക്ക് അറിയാലോ, മാസ്ക് ക്രിയേറ്റ് ചെയ്ത് ഏത് തരത്തിലുള്ള ഗ്രേഡിങ് നിങ്ങൾക്ക് ചെയ്യാൻ ലൈറ്റ് റൂം പറ്റും. ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ്. ലൈക്ക് ചിലപ്പോൾ നമുക്ക് മൗണ്ടൻസിൻ്റെ ഒക്കെ സെലക്ഷൻ വളരെ ക്ലിയർ ആയില്ല എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ ഒരു ഫോട്ടോയുടെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് മൗണ്ടൻസിൻ്റെ സെലക്ഷൻ ക്ലിയർ ആവുന്നില്ലെങ്കിൽ നമുക്ക് സ്കൈ സെലക്ട് ചെയ്തിട്ട് ആൻഡ് സബ്സ്ട്രാക്ട് ചെയ്യാം. അതിൻ്റെ അകത്ത് നമ്മൾ ലാൻഡ്സ്കേപ്പിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മൗണ്ടൻസ് കൊടുക്കാം. മൗണ്ടൻസ് കൊടുത്തു കഴിയുമ്പം നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കൈ കിട്ടി, സ്കൈയുടെ സെലക്ഷൻ കിട്ടി. കണ്ട, നേരത്തെ ആദ്യത്തെ ഇപ്പോൾ ഇത് ഞാൻ മൗണ്ടൻസ് ഹൈഡ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു മാസ്ക് കണ്ടില്ല, ഇത് ഇങ്ങോട്ട് മൊത്തം കയറിയല്ലേ കിടന്നത്, കാരണം മഞ്ഞുള്ളതുകൊണ്ട്. പക്ഷേ അങ്ങനെ നമുക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാം. പിന്നെ ഒരു വലിയൊരു സംഭവം വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇനി എഡിറ്റ് ചെയ്യുമ്പം വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനം. നമ്മൾ പണ്ട് പിക്ചർ പ്രൊഫൈലിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയലായിരുന്നു. അതായത് നമ്മളിവിടെ അഡോബ് കളർ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടെന്നുള്ള കാര്യം. അപ്പം നോർമലി ഞാൻ ലാൻഡ്സ്കേപ്പ് ഫോട്ടോസിന് ലാൻഡ്സ്കേപ്പായിട്ട് കൊടുക്കാറ്. പുതിയൊരു സാധനം വന്നിട്ടുണ്ട്, അഡാപ്റ്റീവ് കളർ എന്ന് പറഞ്ഞാൽ. ആക്ച്വലി സ്പീക്കിംഗ് പിന്നെ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യേണ്ടി വരില്ല. ഈ ഫോട്ടോ അനലൈസ് ചെയ്തിട്ട് ഒരു കളറ് അത്യാവശ്യം വേണ്ട എഡിറ്റും എല്ലാം കൂടെ ലൈറ്റ് റൂം ഇട്ട് തരുന്നുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടില്ല, കാരണം പിന്നെ പക്ഷേ ഇത് ആദ്യം ചെയ്യണമെന്നാണ് ലൈറ്റ് റൂം പറയുന്നത്. മാസ്ക് ഒക്കെ ഇടുന്നതിന് മുമ്പ്, വലിയ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യണമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ആദ്യം ഞാനൊന്ന് റീസെറ്റ് ചെയ്യട്ടെ. റീസെറ്റ് ചെയ്തു. ആൻഡ് അഡാപ്റ്റീവ് കളർ, ഇപ്പോൾ ലൈറ്റ് റൂം ഒരു സമയം എടുത്തിട്ട് അതിനെ ഒന്ന് മനസ്സിലാക്കിയിട്ട് മൊത്തത്തിലൊരു സംഭവങ്ങൾ ആക്കി തരുന്നുണ്ട്. കണ്ടോ, നമുക്ക് വേറെ ഒരു ഫോട്ടോ എടുത്ത് നോക്കാം.
നമുക്ക് കുറച്ചുകൂടെ ഇലകളും ഈ ഒരു ഫോട്ടോ നോക്കാം. ലൈക്ക് ഓക്കെ, ഇവിടെ അഡാപ്റ്റീവ് കളർ എന്താ ചെയ്യുന്നത് നോക്കട്ടെ. ഒന്ന് ബ്രൈറ്റൻ ആക്കി കുറച്ച് കളറൊക്കെ ഒന്ന് കൂട്ടി. ഇപ്പം ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കണ്ടോ, കണ്ടോ? ആ ഒരു ഫോളേജിലെല്ലാം ഷാഡോസ് എല്ലാം ബ്രിങ് ചെയ്തു. ആൻഡ് ഇറ്റ്സ് നോട്ട് ബേസിക്കലി എഡിറ്റിംഗ്, പക്ഷെ നിങ്ങളുടെ ഫോട്ടോയുടെ ഡീറ്റെയിൽസും കളറും പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ആൻഡ് ഇറ്റ്സ് ഗുഡ് അപ് ടു ആൻ എക്സ്റ്റെൻറ്റ്. പക്ഷെ പേഴ്സണലി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഈ ഒരു ഫോട്ടോ നോക്കട്ടെ. ഗുഡ്. അനാവശ്യമായിട്ടുള്ള ഹെയ്സും കാര്യങ്ങളൊക്കെ കളഞ്ഞ് സ്കൈലിന് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലൈക്ക് കുറച്ച് ഹൈലൈറ്റ്സ് കുറച്ച് നമുക്ക് ബാക്കി എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും വളരെ നല്ല ഒരു മുന്നേറ്റമാണ്. ആവശ്യക്കാർക്ക് ഉപകാരപ്പെടും. ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഹൗ ഈസ് ദിസ് ഓട്ടം കളറൊക്കെ സോറി അഡാപ്റ്റ്. അപ്പോൾ നമുക്കിനി കുറച്ച് ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഫോട്ടോയ്ക്ക് നല്ലൊരു പഞ്ച് വരുന്നതാണ് അല്ലേ. അപ്പോൾ ഗുഡ് എഡിറ്റ്, ഗുഡ് അപ്ഡേറ്റ് ആണ്. സോ നമ്മുടെ ഫോൺ ലൈറ്ററും മൊബൈലിലും നമുക്ക് ഈ പറഞ്ഞ അഡാപ്റ്റീവ് കളറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഓട്ടോ പ്ലസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് എൻഹാൻസ്ഡ് ആയിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ലൈറ്ററുമിൻ്റെ പുതിയ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.